ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്നലെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും പാലക്കാട്ടെ വിജയത്തെക്കുറിച്ചുള്ള പഠനങ്ങളിലാണ്, പരാജയങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളിലാണ്. UDFന്റെ വലിയ വിജയം, രാഹുൽ മാങ്കൂട്ടം BJP കേന്ദ്രങ്ങളിൽ പോലും കയറി കിട്ടിയ ലീഡ്, മുനിസിപ്പാലിറ്റിയിൽ കിട്ടിയ വലിയ ലീഡുകളുണ്ട്. മുനിസിപ്പാലിറ്റി BJP കോട്ടകളിൽ നിന്ന് കിട്ടിയ ലീഡുകളുണ്ട്. മറ്റ് 3 പഞ്ചായത്തിൽ BJPക്ക് വലിയ സ്വാധീനമൊന്നുമില്ല. BJPയുടെ പദ്ധതി മറ്റ് 3 പഞ്ചായത്തുകളിൽ നിന്ന് LDFനും UDFനും കിട്ടുന്ന വോട്ടുകൾ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് സമാഹരിച്ച് വിജയത്തിലേക്ക് എത്താനുള്ള തന്ത്രമായിരുന്നു BJP ഇവിടെ നടത്താൻ ശ്രമിച്ചത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടം വളരെ ശക്തനായിട്ട് തന്നെ നഗരസഭാ കേന്ദ്രങ്ങളിൽ പോലും വലിയ ലീഡ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ LDF നമുക്കറിയാം, കോൺഗ്രസിന്റെ KPCC മീഡിയ സെൽ തലവനായിരുന്ന സരിൻ ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസുമായിട്ട് കലഹിച്ച് CPM എത്തുന്നു. CPM ഒരു ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. അദ്ദേഹം നഗരസഭാ കേന്ദ്രങ്ങളിൽ പിടിച്ച വോട്ടുകളുണ്ട്. CPM ഒരു കാലത്തും നഗരസഭയിൽ നിന്ന് കിട്ടാത്ത രീതിയിലുള്ള വോട്ടുകൾ സരിന് നഗരസഭാ കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടി എന്നുള്ളതാണ്. അതുപോലെ തന്നെ രാഹുലിന് കൽപ്പാത്തി മേഖലയിൽ വലിയ ലീഡുണ്ടായി. അതുപോലെ തന്നെ കൽപ്പാത്തി മേഖലയിൽ നിന്ന് LDFനും വോട്ട് കിട്ടി. LDFന്റെ വോട്ടിന്റെ കണക്ക് ഇന്നലെ ദേശാഭിമാനി തന്നെ ഒരു പുറത്തു വിട്ടായിരുന്നു. അതൊരു ക്യാപ്സൂൾ കണക്കാണ് വിട്ടത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 38,675 വോട്ട്. 2026 38,675 വോട്ട്. 2021 നിയമസഭയിലേക്ക് 36,433. ഏതാണ്ട് 2000 വോട്ടിന്റെ കുറവ് 2016 നിന്ന് 21 വരുമ്പോൾ മാറുന്നു. 2016 നിന്ന് 21 ആദ്യം ഞാൻ പറഞ്ഞത് 2016 38,675. അത് കഴിഞ്ഞ് 2021 വരുമ്പോൾ 36,433. ഏതാണ്ട് ഒരു 2000-ത്തിനടുത്തുള്ള വോട്ടിന്റെ കുറവ്. അവിടുന്ന് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ 34,640. അതായത് 2016 2021 കുറവും 24 ലോക്സഭയിൽ വരുന്നു. അതിനുശേഷം 2024 ഉപതെരഞ്ഞെടുപ്പിൽ 37,293. അപ്പോഴും 2016 കിട്ടിയ വോട്ടിന്റെ അടുത്ത് എത്തിയിട്ടില്ല. ഇവർക്കൊരു 36,000 അല്ലെങ്കിൽ 37,000 വോട്ട് അവിടെ ഉണ്ട്. LDFന്റെ സ്വന്തമായിട്ട് വോട്ട് പാലക്കാട് ഉണ്ട്. അത് കുറയ്ക്കുകയും ചെയ്യാറുണ്ടല്ലോ. അത് കുറയുന്നു. 2021 കുറയുന്നു, 2024 ലോക്സഭയിൽ കുറയുന്നു. പക്ഷേ 2024 ഉപതെരഞ്ഞെടുപ്പിൽ 37,293. അതായത് 800ഓളം വോട്ടുകളുടെ 800-ലധികം വോട്ടുകളുടെ വർധനവ് LDFന് ഉണ്ടാകുന്നു. ഇതും BJPയുടെ വോട്ടും BJPക്ക് 39,000-അടുത്ത് വോട്ടാണ് കിട്ടിയത്. അപ്പോൾ ഈ രണ്ട് വോട്ടുകൾ തമ്മിൽ ഒരു 2000-ന്റെ വ്യത്യാസമുള്ളൂ. 2000 വോട്ടുകളുടെ വ്യത്യാസമേ LDFും BJPയും തമ്മിലുള്ളൂ. ഒരു പക്ഷേ കുറച്ചുകൂടി ശക്തമായിട്ട് ഇപ്പോൾ നന്നായിട്ട് പരിശ്രമിച്ചെങ്കിലും ഇവിടെ MP രാജേഷും ശ്രീമതി ടീച്ചറിന്റെ അപ്പുറത്തേക്ക് വലിയ വലിയ നേതാക്കന്മാരെ ഒന്നും കൊണ്ടുവന്ന് ക്യാമ്പ് ചെയ്യിക്കാൻ LDFന് സാധിച്ചിട്ടില്ല. LDF പാലക്കാട് കുറച്ചുകൂടി ഒന്ന് ശ്രമിച്ചിരുന്നുവെങ്കിൽ BJPയെ മൂന്നാമത് എത്തിക്കാമായിരുന്നു. ഒരു രണ്ടാമത് എത്താമായിരുന്ന സാധ്യം അല്ലെങ്കിൽ ഒരു ഇത് LDFന് പാലക്കാട് മണ്ഡലത്തിലുണ്ട്. പാലക്കാട് LDFന്റെ ബാലികേറമല്ല. ഈ മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം ഇതുവരെ LDF ജയിച്ചിട്ടില്ല, മണ്ഡല പുനഃക്രമീകരണത്തിന് ശേഷം. പക്ഷെ ജയിക്കാനുള്ള എല്ലാവിധ സാധ്യതകളും പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ LDFനുണ്ട്, ഇടതുപക്ഷത്തിനുണ്ട്. MP രാജേഷ് കുറെ തവണ MP ആയിട്ട് ഇരുന്നിട്ടുള്ള മണ്ഡലമാണ്. അപ്പോ അതിന്റെയൊക്കെ ഒരു ഇത് ഇവിടെ കിടപ്പുണ്ട്. അദ്ദേഹത്തിന് ഇവർക്ക് വേണമെങ്കിൽ നല്ലൊരു സ്ഥാനാർത്ഥിയിട്ട് നല്ലൊരു പണിയെടുത്താൽ വിജയിക്കാനുള്ളൊരു മണ്ണ് പാലക്കാടുണ്ട്. അത് LDFുകാർ തിരിച്ചറിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സരിൻ വന്നത് ഒരിക്കലും ഇടതുപക്ഷത്തിന് നഷ്ടമല്ല. ഇടതുപക്ഷത്തിന് എന്താ പറയുക, ജയിക്കാനുള്ള ആത്മവിശ്വാസം വന്നിട്ടുണ്ട്. അടുത്ത നഗരസഭയിൽ നല്ല സ്ഥാനാർത്ഥികളെ ഇട്ട് നന്നായിട്ട് പണിയെടുത്താൽ നഗരസഭയിൽ നല്ലൊരു മുന്നേറ്റം ഇടതുപക്ഷത്തിന് നടത്താൻ സാധിക്കും. അത് കഴിഞ്ഞ് വരുന്ന നിയമസഭാ ഇലക്ഷന് നന്നായിട്ട് മുന്നേറി അവിടെയും വിജയിക്കാൻ സാധിക്കും. ഇതൊക്കെ ഇടതുപക്ഷത്തിന് ചെയ്യാൻ സാധിക്കും. പക്ഷെ അവര് പണിയെടുക്കാൻ തയ്യാറാവണം ഈ ഒരു ഇലക്ഷന്റെ പഠനം വെച്ച്.